ഇന്നത്തെ പണിയേ ചീര നടാനുള്ള ഏരി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചാല് കീറിയിട്ട് അതിങ്ങനെ മണ്ണ് ഇളക്കിയിട്ടാണ് ഏരി എടുക്കുന്നത്. ഇങ്ങനെ നീളത്തിലുള്ള ഏരിയാണ് എടുക്കുന്നത്. ഇതിന് മുന്നേ ഇവിടെ നമ്മൾ ക്യാബേജ് നട്ട സ്ഥലമായിരുന്നു. അപ്പോൾ ക്യാബേജിന്റെ വിളവെടുപ്പൊക്കെ ഏകദേശം കഴിഞ്ഞ് ഈ സ്ഥലമൊക്കെ നമ്മൾ വൃത്തിയാക്കിയിട്ടാണ് ഇതുപോലെ ഏരി എടുക്കുന്നത്. ഇതാ നമ്മൾ നനച്ചു കൊടുത്തോണ്ടേ മണ്ണിനൊക്കെ നല്ല ഇളക്കമുണ്ട്. കൊത്താനൊക്കെ നല്ല എളുപ്പത്തിൽ കഴിയുന്നുണ്ട്. ഇതാ ഇവിടെയൊക്കെ കണ്ടോ ഇഷ്ടംപോലെ ചീര മുളയ്ക്കുന്നത്. നമ്മൾ വൃത്തിയാക്കിയപ്പോൾ എന്തായാലും ഒന്ന് മണ്ണൊന്ന് ചെറുതായി ചെത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചെത്തിയെടുത്തുകൊണ്ട് കളയൊക്കെ ചെത്തിക്കൊണ്ട് ഇഷ്ടംപോലെ ചീര ഇവിടെ മണ്ണിളകി അപ്പം നമുക്കിവിടെ ചീര മുളയ്ക്കും. ഇതാ ചോപ്പ് ചീരയും പച്ചച്ചീരയൊക്കെ ഇഷ്ടംപോലെ ഇവിടെ മുളയ്ക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഏരിയയിലെല്ലാത്തൊക്കെ അവിടെ നിർത്തും കേട്ടോ. നമ്മൾ ഒരു ഏരിയ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ അടുത്ത ഏരിയ ഇതാ തൊട്ടപ്പുറത്താണ്. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിലൊക്കെ ഉണ്ടാകുന്ന ചീരയൊക്കെ ഇവിടെ നിന്നോളും. അല്ലാതെ നമ്മൾ പുതിയത് ഈ ഏരിയയിലാണ് നട്ടു കൊടുക്കുന്നത്. ഇത് കുറച്ച് ഏരിയ ഉണ്ട്, അങ്ങോട്ടൊക്കെ നോക്ക്. എൻ്റെ വരെ നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഇവിടുന്ന് അങ്ങനെ ഏരിയ എടുത്ത് പോവാട്ടോ. അവിടെയൊക്കെ കുറെ ചോപ്പ് ചീര നല്ല മൂപ്പായി വിത്തുള്ളത് ഇങ്ങനെ കാണാം. അത് നമ്മൾ ഏരിയ എടുത്തിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യും, അത് എടുത്തിട്ട് ഒന്ന് എല്ലാത്തിനും പാവി കൊടുക്കും. എല്ലാത്തിനും കുറെ വീണ് മുളയ്ക്കും. എല്ലാത്തും നമ്മൾ ഓരോ ഏരിയയിലും ഇങ്ങനെ വെതറിപ്പോവും. അങ്ങനെ പാവിയും കൂടെ ചെയ്താൽ നമ്മൾ സ്ലെറിയൊക്കെ അടിച്ചാൽ നല്ല കരുത്തിൽ വരും. നമ്മൾ പറിച്ച് നടണമെന്നാണ് വിചാരിച്ച ചീര. നമുക്ക് സ്ലെറിയൊക്കെ അടിക്കുന്നതുകൊണ്ട് മൊത്തത്തിൽ ഏരിയയിൽ ഇങ്ങനെ പാവി കൊടുത്താലും മതി, ഒക്കെ ഒരേ കരുത്തിൽ കിട്ടും. ഇവിടെയൊക്കെ എന്തായാലും നമ്മൾ കൊത്തുന്നതിലും മുളയ്ക്കും. പിന്നെ നമ്മൾ നട്ടു കൊടുത്തതെല്ലാം കൂടെ ഒരുമിച്ചായി പോകും. അതിൽ നല്ലത് മൊത്തം പാവി കൊടുക്കുന്ന. പാവി കൊടുത്തു കഴിഞ്ഞാൽ സ്ലെറി കൊടുത്തു കഴിഞ്ഞാലൊക്കെ ഒരേപോലെ നമുക്ക് എല്ലാ വളർച്ചയും കറക്റ്റായിട്ട് കിട്ടും. നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഏരിയ എടുത്ത് പോകണം. ഇതുപോലെ അങ്ങനെ കൊത്തിയിട്ട് പോവാം. അപ്പം ഇന്ന് നമുക്കേ കുറച്ച് ചെറിയൊരു വിളവെടുപ്പും കൂടെ ഉണ്ട്. ഇതാ ഇവിടെ കാണിച്ചു തരാം. ഇവിടെ നമ്മളിതിൻ്റെ ഇടയ്ക്ക് ക്യാബേജൊക്കെ പറിച്ച സ്ഥലത്ത്, അങ്ങനെ വിളവെടുപ്പ് കഴിഞ്ഞ സ്ഥലത്ത് കുറച്ച് നമ്മൾ ട്രേയിൽ പോക്ക് തൈ വെച്ച ന്യൂൾക്കോളൊക്കെ നട്ടു കൊടുത്തിരുന്നത്. ആ ന്യൂൾക്കോളൊക്കെയാണ് ഇത്. അപ്പം നമ്മളെ ക്ലൈമറ്റ് ഏകദേശം ചേഞ്ച് ആയി. ന്യൂൾക്കോൾ നടേണ്ട സമയമല്ല നമ്മൾ നട്ടത്. നമ്മൾ ഒരു തണുപ്പൊക്കെ മാറിയതിന് ശേഷം നട്ടു കൊടുത്തതാണ്. എന്നാലും കണ്ടില്ല ഇതിലൊക്കെ നല്ല അടിപൊളി ന്യൂൾക്കോൾ ഉണ്ടായിട്ടുണ്ട്. ഇതിന് അധികം വലിപ്പം വെക്കൂല. നമ്മൾ കളയൊക്കെ ചെത്തിയ സമയത്ത് ഇവിടെ നിർത്തിയിട്ടോ. അപ്പം ഇതൊക്കെ നമുക്ക് ആയത് വിളവെടുക്കണം കേട്ടോ. ഇതൊക്കെ നമ്മളെ ക്ലൈമറ്റ് ഒക്കെ മാറിയാലും നമുക്ക് നൂൽക്കോൾ കിട്ടും. നമ്മൾ ആവശ്യത്തിലുള്ള നൂൽക്കോൾ ഇതൊക്കെ സെറ്റായി. നമ്മൾ ആദ്യത്തെ അത്ര കരുത്തോ വലുപ്പമൊന്നും ഇല്ല കേട്ടോ. ചൂട് കൂടി കഴിഞ്ഞ് നമ്മൾ നനയ്ക്കുന്നതുകൊണ്ടാണ് ഇത്രയെങ്കിലും ഇതൊക്കെ സെറ്റായി കിട്ടിയത്. നമുക്ക് ഇതൊക്കെ അങ്ങോട്ട് എന്തായാലും ഇതിലൊക്കെ ഏരിയ എടുത്ത് വരും. നല്ല അടിപൊളി നമ്മൾ ആവശ്യത്തിനുള്ള. ഈ സമയത്ത് നൂൽക്കോൾ അങ്ങനെ കിട്ടൂല കേട്ടോ. നമ്മളങ്ങനെ പോക്ക് തൈ നട്ടു കൊടുത്തോണ്ട് മാത്രം കിട്ടിയതാ. നമ്മളെ കറക്റ്റ് തണുപ്പുള്ള സമയത്ത് നട്ട തൈയിൽ ചിലതൊക്കെ നമ്മൾ ട്രയൽ വെച്ചിരുന്നു. അപ്പം ആ ട്രയൽ കിടന്ന് ഇങ്ങനെ വലുതാണ്. കുറച്ച് വലിയ തയ്യാണ് നട്ടത്. നമ്മൾ പറഞ്ഞിട്ട് നടുമ്പോൾ തന്നെ ഇത് ഉണ്ടാവുക നമ്മൾ പരീക്ഷണമാണെന്ന്. പക്ഷേ പരീക്ഷണം വിജയിച്ചു. ആദ്യം കുറേ ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ ആവശ്യത്തിന് നൂൽക്കോളായി കിട്ടിയിട്ടുണ്ട്. ഇതിലൊക്കെ ചെറുതാവുന്നുണ്ട് കേട്ടോ. കാലാവസ്ഥയൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇതുപോലെ വിള്ളലൊക്കെ കൂടും. ചൂട് കൂടിക്കഴിഞ്ഞാൽ ഇതിലൊക്കെ ഏരി എടുത്ത് വരുമ്പോൾ കളയാം. അപ്പം ആയതെന്തായാലും നമുക്ക് ഇനി നിർത്തണ്ട. ഇവിടെയൊക്കെ ഉണ്ട്. ഇതൊക്കെ ജനുവരിയിൽ വിളവെടുത്ത് പോകേണ്ട സാധനങ്ങൾ. ഇതിന് മുന്നൊക്കെ ചെയ്തതൊക്കെ നമ്മൾ നവംബറിൽ നട്ടു, ഡിസംബർ ലാസ്റ്റ് ജനുവരി ആദ്യത്തിൽ ഒക്കെ വിളവെടുത്തു. ഈ ഒരു സമയത്തും നമുക്ക് മാത്രം നല്ല അടിപൊളി നൂൽക്കോൾ ഇട്ടിട്ടുണ്ട്. ഇതിവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് ചൈനീസ് ക്യാബേജ് കസ് നട്ടു കൊടുത്തിരുന്നു കേട്ടോ. ഇത് നട്ട സമയത്ത് തന്നെ അന്ന് നമ്മൾ പറഞ്ഞിരുന്നു കസിൻ്റെ തൈയൊക്കെ ട്രയൽ വെച്ച് വലുതായി പോയി, ക്ലിയർ ആകുമെന്ന് അറിയില്ല. പക്ഷേ കുറേ കസ്സൊക്കെ വെയിൽ കൂടിയ സമയത്ത് ഇതൊക്കെ ചീഞ്ഞിട്ടുണ്ട്. ഇതുപോലെ അങ്ങോട്ട് ചീഞ്ഞു പോകും. ഇതാണ് നമ്മൾ കാലാവസ്ഥ മാറി കഴിയുന്ന സമയത്തൊക്കെ ഇതൊക്കെ ചെയ്താൽ ഇതുപോലെ ആയിപ്പോവും. ശരിക്കും ഇങ്ങനെ കൂടിയൊക്കെ വന്നു. പക്ഷെ നല്ല ചൂട് കാരണേ ഇതങ്ങനെ ചീച്ചിൽ വരും. പിന്നെ കണ്ടില്ല അടിഭാഗമൊക്കെ ഇങ്ങനെ ചീഞ്ഞു പോകും. പിള്ള വൃത്തിയുള്ള കസ് നമുക്ക് എടുക്കാം. കസ് എന്നും ചൈനീസ് ക്യാബേജ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. ചീഞ്ഞു പോയി. നമുക്ക് നല്ല ഇതാണ് പ്രശ്നം. ഇതൊക്കെ നമുക്ക് കോഴികൾക്ക് തീറ്റയായിട്ട് കൊടുക്കാം. ഇതൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് കിട്ടൂല. അങ്ങനെ പറിച്ചു വെക്കാം. നമുക്ക് എന്നിട്ടൊന്ന് നല്ല വെയിലാണ്, തണലത്ത് നിന്നിട്ട് നമുക്കിത് വൃത്തിയാക്കാം. ഇപ്പം കണ്ടില്ലേ ഇത് കൂടിയല്ല വരുന്നത്, ഇതുപോലെ വിരിഞ്ഞാൽ പോവുക. അപ്പം എന്തായാലും നമുക്ക് സെറ്റായി കിട്ടാൻ ചാൻസ് കുറവാണ്. ഒക്കെ കണ്ട ഈ സമയമാകുമ്പോൾ നമ്മൾ ഇത്രയൊക്കെ വലുപ്പമാകുമ്പോൾ ശരിക്കും ഇങ്ങനെ വരേണ്ട സംഭവം വിരിഞ്ഞ് പോകുന്ന ചൂട് കൂടുന്നതനുസരിച്ച് നമ്മളെ ഓൾ സീസൺ ക്യാബേജ് അല്ലാത്ത ക്യാബേജൊക്കെ ഇതുപോലെ തന്നെ വിരിഞ്ഞാൽ പോവുക, കൂടി കിട്ടൂല. പിന്നെ ഓൾ സീസൺ ക്യാബേജ് ആകുമ്പോൾ ചൂട് കുഴപ്പമില്ല. ഇതിവിടെയൊക്കെ ഇഷ്ടംപോലെ
ചീഞ്ഞ് പോയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇതൊക്കെ ഇതിലെ ഏരിയ എടുത്ത് വരും. കുറച്ച് നല്ലതാണ് നിന്നോട്ടെ, നമുക്ക് കൂടിയിട്ടില്ലെങ്കിലും ഇലയല്ല ഇതിനൊക്കെ ഉപയോഗിക്കുക. ഞാൻ നിർത്താം. അപ്പം ഒരുവിധം ചീഞ്ഞതൊക്കെ നമുക്ക് കുറച്ച് കോഴികൾക്ക് എടുക്കാം, നല്ലതുണ്ട് നമുക്ക് ഇതിന് എടുക്കുകയും ചെയ്യാം. ഇതൊന്നും നിർത്തിയിട്ട് കാര്യമില്ല, ഒക്കെ പറിച്ച് നമുക്ക് തണലത്തേക്ക് വെച്ചിട്ട് വൃത്തിയാക്കാം. ഇപ്പം നല്ല വെയിലാണ്, ഇതൊക്കെ ചീഞ്ഞു പോയതാണ്. നമ്മളന്ന് ചെത്തി വൃത്തിയാക്കിയ സമയത്ത് ഇവിടെ അങ്ങനെ നിർത്തിയതാ. എന്തായാലും നമുക്ക് കുറച്ചും കൂടെ കിട്ടുകയാണെങ്കിൽ വേഗം എല്ലാം വിളവെടുത്ത് തീർക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് എന്നാലും നിന്നിട്ടോ. ഇതൊക്കെ ചീഞ്ഞു പോയതുണ്ട്. കോഴികൾക്ക് എന്തായാലും ഇഷ്ടംപോലെ തീറ്റയായിട്ടുണ്ട്. ആ കൊട്ടയൊക്കെ എടുത്തിടാ, നല്ലത് ചെത്തി വൃത്തിയാക്കി എടുക്കാം. ഇപ്പം എല്ലാം എടുത്ത് നമ്മൾ കുറച്ച് തണുപ്പുള്ള സ്ഥലത്തേക്ക് വന്നതാണ്. അവിടെ നല്ല വെയിലാണ്. ഇവിടെ ആകുമ്പോൾ അത്യാവശ്യം നല്ല കാപ്പിയുടെ അടിയിലായതുകൊണ്ട് തണുപ്പുണ്ട്. അപ്പോൾ ഇതാട്ടോ നല്ല നൂൽക്കോള്. നമുക്കിതൊക്കെ ഒന്ന് വൃത്തിയാക്കാം. എന്തായാലും ഇതൊക്കെ കോഴികൾക്കുള്ളതാട്ടോ. കോഴികൾക്ക് ഇന്ന് എന്തായാലും ചാകരയാണ്. നമ്മൾ ഈ നനച്ചതുകൊണ്ടേ മണ്ണിൽ നനവ് കെട്ടിയോണ്ട് ചെറുതായിട്ട് ചെളി നമ്മൾ കഴുകിയെടുക്കണം. ഇതിൻ്റെ ഇല നമ്മൾ ഉപ്പേരി വെക്കലുണ്ട്, അപ്പം അതും കൂടെ കൂട്ടി വെക്കാം. നമ്മൾ ആദ്യത്തെ നൂൽക്കോൾ എന്ന് പറഞ്ഞാൽ ഒരു 3 എണ്ണൊക്കെ 1 കിലോ, 2 എണ്ണൊക്കെ 1 കിലോ കിട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു 3 എണ്ണം 4 എണ്ണൊക്കെ സുഖമായിട്ട് 1 കിലോ തൂങ്ങുമായിരുന്നു കേട്ടോ. അതാണ് സീസണിൽ നട്ടാലും സീസൺ കഴിഞ്ഞ് നട്ടാലുള്ള വ്യത്യാസം. ഇതൊക്കെ തണുപ്പിന് തന്നെ നമ്മൾ വിളവെടുക്കണം. ഇതൊന്നും ഇങ്ങനെ വിണ്ടാലും ഉള്ളിലോട്ട് കേടൊന്നുമില്ല. ഇനി നമുക്ക് കുറച്ചുകൂടെ അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അത് എന്തായാലും ഏരിയ എടുത്ത് വരുമ്പോൾ ഏരിയയിലാണെങ്കിൽ അവിടെ നിർത്താം, ആ ഒരു ഭാഗം മാത്രം ഒഴിവാക്കാം. ആയതും ഇങ്ങോട്ട് എല്ലാം നമ്മൾ മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നിർത്താൻ കഴിയില്ല, വെറുതെ കേടായി പോകും. എന്തായാലും പരീക്ഷണം വിജയിച്ചു. ഇത്രയൊന്നും കിട്ടുമെന്ന് വിചാരിച്ചില്ല. എന്താ വെച്ചാൽ നമ്മൾ ഒന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പം എന്തായാലും പിന്നെ തൈ ട്രേ ഒക്കെ ഇടുന്ന് ഇങ്ങനെ വലുതായി പോവല്ലേ. അപ്പോൾ നമുക്ക് സ്ഥലം ഒഴിവായി ചെയ്തു. ആദ്യം കോളിഫ്ലവർ നട്ട സ്ഥലം, ക്യാബേജ് അല്ല. ഇവിടെ നമ്മൾ കോളിഫ്ലവർ നട്ട സ്ഥലമാണ് ആദ്യം ഒഴിവായത്. അവിടെയാണ് നമ്മൾ നട്ടത്. നൂൽക്കോള് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് ആദ്യം ആളുകൾക്ക് എന്താണെന്ന് അറിയില്ലായിരുന്നു. പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടതിന് ശേഷം നമ്മുടെ അടുത്ത് ഇഷ്ടം പോലെ ആളുകൾ വന്നിട്ട് നൂൽക്കോള് വാങ്ങിച്ചു പോയിട്ടുണ്ട്. അധികം തമിഴ്നാട്ടിലാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. തമിഴ്നാട്ടിലൊക്കെയാണ് ഇതിൻ്റെ സാമ്പാറിലിട്ടിട്ടും ഒരു തോരൻ വെച്ചിട്ടൊക്കെ അവരാണ് അധികം കഴിക്കല്. പക്ഷെ നല്ല ഗുണമുള്ള സാധനമാണ്. അപ്പോൾ നമുക്കിതാ ഇത്രയും നൂൽക്കോള് കിട്ടിട്ടോ. ഇനി നമ്മൾ ചൈനീസ് ക്യാബേജ് കസ്, നമ്മൾ ഒരു കസ്സൊക്കെ ഇപ്രാവശ്യം വലിയ തൂക്കം വന്നത് 3.5 കിലോ 4 കിലോയ്ക്ക് അടുത്ത് വരെയൊക്കെ വന്നിരുന്നു. അങ്ങനത്തെ കസ്സിൻ്റെ സ്ഥലത്ത് ഇപ്പം നമുക്ക് കിട്ടിയാണ്ടില്ലേ, ഒരു 1/2 കിലോ പോലും എത്താത്തതായി. അതാണ് ക്ലൈമറ്റ് മാറിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ വെട്ടിയാൽ തന്നെ ചിലപ്പം കൂടി കിട്ടാത്തതുകൊണ്ട് എല്ലാം ഇല അടർന്നു പോരും. നമുക്ക് കുറച്ചൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ ആവശ്യത്തിന് ഇങ്ങനെ എടുക്കാം. മറ്റേ കൂടി കിട്ടാത്തതുകൊണ്ടേ എല്ലാ ഇലയും ഇങ്ങനെ അടർന്നു പോരുക. ഇതൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ കേടൊന്നുമില്ല, ഒക്കെ കഴുകണം. നനവുള്ളത് കൊണ്ട് ഇതാ ചെറിയ കസ്. എന്നാലും ഈ ഒരു സമയത്ത് കസ് കിട്ടിയല്ലോ, ഇതിന്റെ പരീക്ഷണം വിജയിച്ചു. ആദ്യം നട്ടത് നമ്മൾ ചൈനീസ് കാബേജ് കസ്സാണ്. അപ്പൊ അതും വിജയിച്ചു കിട്ടും. അതാ ഈ ഒരു വലുപ്പത്തിലൊക്കെ നമുക്ക് കിട്ടി. ഈ ഒരു ചൂടത്തൊക്കെ നമുക്ക് സാലഡ് ഉണ്ടാക്കി കഴിക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. ഇതൊക്കെ ചീഞ്ഞു പോയി കേട്ടോ, ഒന്നും എടുക്കാൻ പറ്റില്ല. ഉണ്ടല്ലേ, ചെറുതന്നെ ഇങ്ങനെ ആയിപ്പോയി. ഇനിയുണ്ട്, നമുക്ക് ഇങ്ങനെ വിടർന്നാ നിൽക്കുന്നത് നമുക്ക് ഇലയായിട്ട് ഉപയോഗിക്കാം. ഇതൊന്ന് കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് വേസ്റ്റ് ആയിപ്പോകും. അതുകൊണ്ട് നമുക്ക് ഇതാ അടിപൊളിയായിട്ടുള്ള ഇത്രയും കസ്സും കിട്ടിയിട്ടുണ്ട് കേട്ടോ. കസ് ചൈനീസ് കാബേജ് മാറി മാറി പറയുന്നുണ്ട്. ചൈനീസ് കാബേജ് ഞങ്ങൾ ഇടയ്ക്ക് പറയും, പിന്നെ അധികം ആളുകൾ ഇതിന് കസ് എന്ന് പറയുന്നതാണ് 2 പേര് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി പറയുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഇത്രയും വേസ്റ്റ് ആയിട്ടുണ്ട്, കുറച്ചുകൂടെ വേസ്റ്റ് കിട്ടും. വേസ്റ്റ് പറഞ്ഞാൽ നമ്മൾ ഒഴിവാക്കിയതൊക്കെ ഇതുപോലെ കോഴികൾക്ക് എടുക്കുന്നതാണ്. ക്യാബേജും ഉണ്ട്, നമ്മൾ നിർത്തിയ കുറേ ക്യാബേജ് ഉണ്ട്. അതിൽ നിന്ന് നല്ല വൃത്തിയുള്ള ക്യാബേജൊക്കെ കിട്ടുമെങ്കിൽ അതും കൂടെ എടുക്കാം. നമുക്ക് അങ്ങോട്ട് പോവാം. കൊട്ട അങ്ങോട്ട് എടുത്താലേ നമുക്ക് കിട്ടിയ ക്യാബേജ് അവിടെ നിന്ന് നമുക്ക് ചെത്തിയിടാലോ. ഇവിടെ നമ്മൾ നിർത്തിയതുണ്ട് കേട്ടോ ചൈനീസ് ക്യാബേജ്. ഇത് കറക്റ്റ് നമ്മുടെ ഏരിയയിൽ ഒഴിവായതുകൊണ്ട് ഏരിയയിൽ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ ചൂടത്തൊക്കെ ഇനി ഇടയ്ക്ക് ഇങ്ങനെ സാലഡ് ഉണ്ടാക്കാൻ കിട്ടുമെന്ന് വെച്ച് നിർത്തിയതാണ്. കൂടിയിട്ടില്ലെങ്കിലും നമുക്ക് അതിൻ്റെ ഇലയിലെടുത്ത് ഉപയോഗിക്കാമല്ലോ. ഇവിടെ കണ്ടോ,
ക്യാബേജിനും ഇതേപോലെ ക്യാബേജ് നിർത്തിയിട്ടുണ്ട്. ഇതൊക്കെ കോഴിക്ക് തീറ്റയായിട്ട് കൊടുക്കാന്ന് വെച്ച് നിർത്തിയതാട്ടോ. ക്യാബേജൊക്കെ നല്ലപോലെ മൂത്ത് പോയിട്ടുണ്ട്. അപ്പൊ ഇതിലിതാ ഇതുപോലത്തെ ഒക്കെ ക്യാബേജിന്ന് ചിലപ്പോൾ കിട്ടും. ഇതൊക്കെ കുറേ ക്യാബേജ് കിട്ടിയിട്ടോ. നമ്മള് സീസൺ കഴിഞ്ഞിട്ടും ആദ്യമായിട്ടാണ് ഇത്രയും ക്യാബേജ് കിട്ടുന്നത്. നമ്മളിങ്ങനെ നനച്ചു കൊടുക്കും. പിന്നെ ലാസ്റ്റ് വെച്ച് നല്ല ചൂടായപ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെ ചീഞ്ഞു പോലെ തുടങ്ങിയതാ. നമ്മൾ ആവശ്യത്തിനുള്ള അടിപൊളി ഇങ്ങനത്തെ ക്യാബേജ് കിട്ടും. ഒന്ന് കിട്ടി. ചിലതൊക്കെ നമ്മളിങ്ങനെ ചീഞ്ഞത് കാണുമ്പോഴേ ഇതൊക്കെ വെട്ടിയാൽ ഇതിന് ഉൾഭാഗത്ത് ചിലപ്പോൾ നല്ലതുണ്ടാവും. കേട്ടോ, തൊലി എന്തായാലും നമുക്ക് ഇങ്ങോട്ട് കളയല്ല, ഇങ്ങോട്ട് എടുത്തേക്കാം. കണ്ടില്ലേ, ഇതിനുള്ളിലൊക്കെ ഇതുപോലത്തെ ക്യാബേജുകളുണ്ട്. അത് ഞങ്ങൾ ഉറപ്പ് പറയുന്നത് കുറേ ക്യാബേജ് നമ്മൾ ഇതിന് വിഷുവിനൊക്കെ ഒരു 20 കിലോയ്ക്ക് അടുത്ത് ക്യാബേജ് നമ്മൾ ഓർഡറിലേക്ക് ഇതുപോലെ കൊടുത്തു കേട്ടോ. ഒക്കെ നല്ല ക്യാബേജാണ്. ചൂട് കൂടുമ്പോൾ ഇതുപോലെ ഒരു നിറവ്യത്യാസം വരും. അതപ്പോൾ അത്രയും നമ്മൾ പൊളിക്കേണ്ടി വരും. ഇല്ലേ, ഈ ഒരു ഇതും കൂടെ എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, നമുക്ക് ആർക്കെങ്കിലും കൊടുക്കുകയും ചെയ്യാമല്ലോ. ഇനി നമ്മൾ ആവശ്യം കഴിഞ്ഞാലും ഇഷ്ടംപോലെ ക്യാബേജ് കൊടുക്കാനൊക്കെ ഇനിയുണ്ട്. കൊടുക്കാന്ന് പറഞ്ഞാൽ വിൽക്കാനല്ല കേട്ടോ, നമ്മൾ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കാം. എന്തായാലും നമുക്കിനി വിൽക്കാൻ മാത്രമുള്ള ക്യാബേജ് ഇല്ല. ഇത് കണ്ടില്ലേ, കാണുന്ന പോലെയല്ല, ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇതുപോലെ വൃത്തിയുള്ള ക്യാബേജ് കിട്ടും. കുറച്ച് കൂടുതൽ നമ്മൾ പൊളിച്ച് കളയണമെന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിതൊന്നും കളയൊക്കെ ചെത്തി ഒഴിവാക്കിയ സമയത്തൊക്കെ വൃത്തിയാക്കിയ സമയത്തൊക്കെ ഇങ്ങനെ നിർത്തിയത്. കിട്ടുന്നതൊക്കെ എടുത്തിട്ട് ബാക്കി നമുക്ക് കോഴികൾക്ക് തീറ്റയായിട്ട് എടുക്കാം. നമ്മൾ ജനുവരി ലാസ്റ്റാണ് ക്യാബേജുകളോട് തുടങ്ങിയത്. ജനുവരി ലാസ്റ്റ്, ഫെബ്രുവരി ആദ്യമായിട്ട്. എന്നിട്ട് നമ്മൾ ഇത്രയും സമയം വരെ ക്യാബേജ് നിർത്തിയിട്ടോ. അപ്പം ഇതൊക്കെ സീസൺ കഴിഞ്ഞാലും നിൽക്കും ഒരു പരിധി വരെ. പക്ഷെ ക്യാബേജ് കുറച്ച് കൂടുതൽ നിൽക്കും. മറ്റേതൊക്കെ നമ്മൾ സീസൺ കഴിഞ്ഞ് നട്ടിട്ടും കിട്ടി. പിന്നെ ഓൾ സീസൺ ക്യാബേജ് ഉണ്ട്. നമ്മൾ വിഷുവിന് ഓൾ സീസൺ ക്യാബേജ് ചെയ്യാന്ന് വിചാരിച്ചപ്പം ഇവിടെ നമുക്ക് വിളവെടുത്ത് തീർന്നിട്ടില്ലായിരുന്നു. ക്യാബേജും ഉണ്ടായിരുന്നു, ആ സൈഡിൽ കുറച്ച് പച്ചമുളകൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് വിഷുവിന് ഓൾ സീസൺ ക്യാബേജ് നട്ടു കൊടുക്കാൻ പറ്റിയില്ല. വിഷുവിനൊക്കെ നമ്മൾ കൊടുക്കണമെങ്കിൽ നമ്മളൊരു മാർച്ചിൽ നട്ടു കൊടുക്കണം. മാർച്ചിലല്ല, ഒരു ഫെബ്രുവരി ലാസ്റ്റ് നട്ടു കൊടുക്കണം. എന്നാല് ഏപ്രിൽ പകുതിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 1.5 മാസം 2 മാസത്തിന് അടുത്ത് മതി ക്യാബേജൊക്കെ ആയി കിട്ടാൻ കിട്ടുകയുള്ളായിരുന്നു. അപ്പോൾ അതിവിടെ ക്യാബേജ് വിളവെടുപ്പ് കഴിയാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തത് ഓൾ സീസൺ ക്യാബേജ് ആയിരുന്നു. നമുക്ക് സീസണിൽ ക്യാബേജ് നട്ടു കൊടുക്കാൻ പറ്റിയില്ല. നമ്മൾ മഴ മാറാത്തതുകൊണ്ട് വൈകിപ്പോയിരുന്നു. അപ്പോൾ നമ്മൾ ഓൾ സീസൺ ക്യാബേജ് ജനുവരി ലാസ്റ്റ് നട്ടു. വിഷുവിന് കറക്റ്റ് നമ്മൾ ക്യാബേജ് വിളവെടുത്തു. ഇങ്ങനെ ഇഷ്ടംപോലെ ക്യാബേജ് കിട്ടും. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ളതൊക്കെ എടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കാനുള്ളതൊക്കെ എടുത്തിട്ട് ബാക്കി എന്ത് ചെയ്യുക, ഇതുപോലെയുള്ളതൊക്കെ നമുക്ക് ഇതൊന്നും പറ്റില്ല. ഇതൊക്കെ കോഴിക്ക് തീറ്റയായിട്ടും പിന്നെ നിർത്താൻ പറ്റുന്നത് കുറച്ച് നിർത്തുകയും ചെയ്യും. ഇതുപോലെ നമ്മൾ ഏരിയ ഒക്കെ എടുത്ത് നമ്മൾ ചീരയൊക്കെ സെറ്റ് ആകുന്നവരെ നിർത്തുകയാണെങ്കിൽ നമ്മൾ ആവശ്യത്തിന് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിവിടെ കണ്ടോ, ഇഷ്ടംപോലെ ഇതുപോലുള്ള ക്യാബേജ് ഉണ്ട്. കുറേയൊക്കെ ചീഞ്ഞതായിരിക്കും, അത് നോക്കാം. ഇതൊക്കെ നല്ല ചീഞ്ഞു പോയി, ഇത് നമുക്ക് എടുക്കാൻ പറ്റില്ല. ചീര മുളക്കി നോക്ക്. അപ്പം ഇവിടെയാണ് നമ്മൾ ഏരിയ, നമ്മൾ നിലവിൽ നട്ടോടത്തല്ല അല്ലാത്ത ഭാഗമാണ് ഏരിയ എടുക്കുക. ഇവിടെയൊക്കെ ഇങ്ങനെ ഏരിയ എടുത്ത് വരും. അപ്പം നമുക്ക് ക്യാബേജ് ഇവിടെ നിർത്തി വെച്ച് കുഴപ്പമൊന്നുമില്ല. ഇന്നത്തെ ആവശ്യത്തിനുള്ള ക്യാബേജ് ഇതൊന്നല്ല, നമുക്ക് കുറച്ചുകൂടെ കിട്ടും. ഇതാകുമ്പോൾ ഉപ്പേരി വെക്കാൻ കറക്റ്റാ. ഒരു 2 എണ്ണക്ക മതി ഒരു ഉപ്പേരിക്ക്. ഇതുകൂടെ നമുക്ക് ആ തണലത്ത് കൊണ്ടാക്കാം. കോഴിക്ക് കൊടുക്കാനുള്ളതും ഇതാ ഒരു കൊട്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ മുഴുവൻ ക്യാബേജ് ഒന്നും പറിച്ചിട്ടില്ല. നമ്മൾ ആവശ്യം നല്ല നോക്കിയിട്ട് എടുത്തു. അതിന്റെ വേസ്റ്റും പിന്നെ ചില ഏരിയയിൽ വരുന്ന കുറച്ച് എടുത്തിട്ടുള്ളൂ. ബാക്കി നമ്മൾ ഏരിയ എടുത്ത് വരുന്ന സമയത്ത് എടുക്കാന്ന് വെച്ചിട്ടാണ്. എന്നിട്ട് ഒരു കൊട്ട ഉണ്ട്. ഇതുണ്ടല്ലേ നമുക്ക് ഇന്ന് കിട്ടിയ ചെറിയ വിളവെടുപ്പാണെങ്കിലും വിളവെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. ഇതാ നല്ല അടിപൊളി നൂൽക്കോള്, കസ്, അതുപോലെ ആവശ്യത്തിൽ കൂടുതൽ ക്യാബേജ് ഇനിയും ഉണ്ട്. നമ്മളിപ്പോൾ ഒന്ന് കൊടുക്കാനുള്ള അടുത്തുള്ളവർക്ക് കൊടുക്കാനൊക്കെ ആയിട്ട് കുറച്ചും നമ്മൾ ആവശ്യത്തിനൊക്കെയായിട്ട് അത്രേ പറിച്ചിട്ടുള്ളൂ. ബാക്കി എന്ത് ചെയ്യാം, നമുക്ക് ഇനിയും ആവശ്യത്തിന് അങ്ങനെ ഏരിയ വരുന്നവരെ നമുക്ക് പറിക്കാനുണ്ട്. പിന്നെ വേഗം എന്ത് ചെയ്യണം, നല്ല വെയിലാണ്. വെയിലത്ത് നമ്മൾ പണികളൊന്നും പിന്നെ കൂടുതലായിട്ട് നടക്കില്ല. പറ്റുന്നത്ര ഒരു 1-2 മണിക്കൂറൊക്കെ നമ്മൾ ഏരിയ ഒക്കെ എടുത്തിട്ട് പോയി റെസ്റ്റ് എടുക്കും. അല്ല നമുക്ക് മുഴുവനായിട്ട് വെയിലെത്തുന്നാലേ കരിഞ്ഞു, അത്രയും വെയിലാണ്. നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി പണികളൊക്കെ ഒന്ന് എടുക്കാം.
എന്തായാലും നമുക്ക് ഒരു 2-3 ദിവസം കൊണ്ടേ നമ്മൾ മൊത്തം ഏരിയകൾ എടുത്ത് കഴിയുള്ളൂ. അപ്പൊ അതുവരെ നമുക്ക് ഇതുപോലെയുള്ളതൊക്കെ നിർത്താം. എന്നാലും നമ്മൾ ആവശ്യത്തിനുള്ള ഇങ്ങനെ കിട്ടുമല്ലോ, നമുക്ക് ചീര പൊന്തുന്ന വരെയെങ്കിലും ഇതുപോലുള്ള ക്യാബേജ് ഒക്കെ ഇനിയും കിട്ടാനുണ്ട്. അപ്പൊ അത് നിർത്തും വേണം. വേഗം പോയിട്ടേ ബാക്കി കുറച്ചും കൂടെ ഏരിയ എടുക്കട്ടെ.